നിങ്ങൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ടച്ച് സ്ക്രീൻ ഫോണിലോ ആണ് ഇത് കാണുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണം ഒരു അത്യാധുനിക ടെക്നോളജിയുടെ ഉദാഹരണമാണ്. എങ്കിലും ഇതിലെല്ലാം ടൈപ്പ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിന്റെ രൂപകൽപ്പന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിലെ അക്ഷരങ്ങൾ തുടങ്ങുന്നത് QWERTY എന്ന ക്രമത്തിലാണ്. ഇതൊരു വിചിത്രമായ കാര്യമാണ് അല്ലേ? ലോകം മുഴുവൻ അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ 150 വർഷം മുൻപ് പഴയ ഒരു മെക്കാനിക്കൽ മെഷീന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡിസൈൻ എന്തിനാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്? ഇതിലും എഫിഷ്യന്റായ മറ്റ് കീബോർഡ് ലേഔട്ടുകൾ ഉണ്ടായിട്ടും QWERTY എന്തുകൊണ്ടാണ് ഇന്നും ലോകം ഭരിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ടെക്നിക്കൽ കാരണങ്ങളെക്കാൾ വലുത് ചരിത്രപരമായ സാമ്പത്തികപരമായ കാരണങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. QWERTY കീബോർഡിന്റെ കഥ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതിന്റെ ഉപജ്ഞാതാവാണ് ക്രിസ്റ്റഫർ ലാഥം ഷോൾസ്. അദ്ദേഹം ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരനും കൂടിയായിരുന്നു. മനുഷ്യന്റെ കൈകൊണ്ട് എഴുതുന്നതിനേക്കാൾ വേഗത്തിൽ അക്ഷരങ്ങൾ കടലാസിൽ പതിപ്പിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാണ് ടൈപ്പ്റൈറ്റർ എന്ന ആശയം ജനിക്കുന്നത്. ഷോൾസ് നിർമ്മിച്ച ആദ്യ ടൈപ്പ്റൈറ്ററുകളുടെ കീബോർഡ് ഇന്നത്തെ കീബോർഡ് പോലെയല്ല. അതിൽ അക്ഷരങ്ങൾ ABCDE എന്ന ആൽഫബറ്റിക്കൽ ഓർഡറിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഈ ഡിസൈൻ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി. ടൈപ്പ്റൈറ്ററിൽ ഓരോ കീ അമർത്തുമ്പോൾ ഒരു ലോഹക്കമ്പി ചലിക്കുകയും അതിന്റെ അറ്റത്തുള്ള അക്ഷരം പേപ്പറിൽ പതിക്കുകയും ചെയ്യും. അതിവേഗം ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അക്ഷരങ്ങളുടെ കമ്പികൾ ഒന്നിനു മുകളിൽ ഒന്നായി കൂട്ടിയിടിച്ച് ജാമിംഗ് സംഭവിക്കാൻ തുടങ്ങി. ടൈപ്പ്റൈറ്റർ നിശ്ചലമാവുകയും അത് പ്രവർത്തിപ്പിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വേഗത കൂട്ടാനല്ല, മറിച്ച് ജാമിംഗ് തടയാനും മെഷീന്റെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയായിരുന്നു ഷോൾസ് കീബോർഡ് മാറ്റി ഡിസൈൻ ചെയ്തത്. കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെയും അടുപ്പിച്ചടുത്തു വരുന്ന അക്ഷര ജോഡികളെയും തമ്മിൽ അകറ്റി നിർത്താൻ വേണ്ടിയാണ് അദ്ദേഹം പുതിയ ലേഔട്ട് ഉണ്ടാക്കിയത്. ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരങ്ങളുടെ ഉപയോഗം പഠിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പോലുള്ള അക്ഷരങ്ങളെ ശക്തി കുറഞ്ഞ വിരലുകൾ കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ട സ്ഥാനങ്ങളിലേക്കും TH പോലുള്ളവയെ മറ്റ് ഭാഗങ്ങളിലേക്കും മാറ്റി. ഇവിടെയാണ് QWERTY എന്നീ അക്ഷരങ്ങൾ ടോപ്പ് റോയിൽ ആദ്യമായി വരുന്നത്. ഈ ഡിസൈൻ ടൈപ്പിംഗ് വേഗത കുറയ്ക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നൊരു തെറ്റിദ്ധാരണ പണ്ട് നിലനിന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. ടൈപ്പ്റൈറ്റർ പ്രവർത്തിക്കുന്നതിലെ തടസ്സങ്ങൾ ഒഴിവാക്കി മെഷീന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഷോൾസിന്റെ പ്രധാന ലക്ഷ്യം. ജാമിംഗ് കുറഞ്ഞതോടെ ടൈപ്പിംഗ് വേഗത വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ക്രിസ്റ്റഫർ ഷോൾസ് തന്റെ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് 1873-ൽ റെമിംഗ്ടൺ ആൻഡ് സൺസ് എന്ന കമ്പനിക്ക് വിറ്റു. റെമിംഗ്ടൺ കമ്പനി അക്കാലത്ത് ആയുധ നിർമ്മാണത്തിന് പേര് കേട്ടവരായിരുന്നു. എന്നാൽ അവർ ഒരു ടൈപ്പ്റൈറ്ററിനെ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായി വിപണിയിൽ ഇറക്കി. 1878-ൽ റെമിംഗ്ടൺ നമ്പർ 2 എന്ന മോഡൽ പുറത്തിറങ്ങി. ഇതിലാണ് കീബോർഡിൽ ഷിഫ്റ്റ് കീ ആദ്യമായി ഉൾപ്പെടുത്തിയത്. ഇത് ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്യാൻ സഹായിച്ചു. ഈ മോഡൽ വൻ വിജയമായി. ടൈപ്പ്റൈറ്റർ ജനപ്രിയമായതോടെ ഓഫീസുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ടൈപ്പിംഗിന് വലിയ ഡിമാൻഡ് വന്നു. റെമിംഗ്ടൺ പോലുള്ള കമ്പനികൾ ടൈപ്പിംഗ് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ആരംഭിച്ചു. ഈ കോഴ്സുകളിലൂടെ പരിശീലനം നേടിയ ടൈപ്പിസ്റ്റുകൾക്ക് QWERTY ലേഔട്ട് മനഃപ്പാഠമായി. 1893-ൽ പ്രമുഖ ടൈപ്പ്റൈറ്റർ നിർമ്മാതാക്കളെല്ലാം ചേർന്ന് യൂണിയൻ ടൈപ്പ്റൈറ്റർ കമ്പനി എന്ന പേരിൽ ലയിച്ചു. ഈ കമ്പനി QWERTY ലേഔട്ടിനെ അവരുടെ ഡിഫാക്ടോ സ്റ്റാൻഡേർഡായി അംഗീകരിച്ചു. അതോടെ QWERTY ലോകമെമ്പാടുമുള്ള ഓഫീസുകളിലെ അനിവാര്യമായ സ്റ്റാൻഡേർഡായി മാറി. QWERTY കീബോർഡ് ഇന്നും നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം ഈ നെറ്റ്വർക്ക് ഇഫക്റ്റ് ആണ്. എന്താണ് നെറ്റ്വർക്ക് ഇഫക്റ്റ്? ഒരു ഉൽപ്പന്നം കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മൂല്യം വർദ്ധിക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ഫോൺ ഉപയോഗിക്കുന്നയാൾക്ക് ആ ഫോണിന് എത്ര പേരുമായി സംസാരിക്കാൻ കഴിയുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ മൂല്യം. QWERTYയുടെ കാര്യത്തിൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഒരുപാട് ടൈപ്പിസ്റ്റുകൾ QWERTY പഠിച്ച് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കമ്പനികൾക്ക് അവരെ എളുപ്പത്തിൽ നിയമിക്കാൻ കഴിഞ്ഞു. QWERTY കീബോർഡുകൾ വാങ്ങുന്നത് കമ്പനികൾക്ക് സാമ്പത്തികമായി ലാഭകരമായി. ഒരു വ്യക്തി QWERTY കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ പഠിച്ചാൽ മറ്റൊരു ലേഔട്ടിലേക്ക് മാറാൻ അവർ മടിക്കും. കാരണം കൈകൾക്ക് ഈ ലേഔട്ട് മസിൽ മെമ്മറിയായി മാറിയിരിക്കും. ഒരു പുതിയ ലേഔട്ടിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം, വീണ്ടും പഠിക്കാനെടുക്കുന്ന പരിശ്രമം, പുതിയ കീബോർഡുകൾ വാങ്ങാനുള്ള ചെലവ് തുടങ്ങിയവയാണ് സ്വിച്ചിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ചെലവ് QWERTY നൽകുന്ന സൗകര്യത്തെക്കാൾ വലുതായതിനാൽ ആരും മാറാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ പോലെ ഒരു പുതിയ സാങ്കേതിക വിദ്യ വന്നപ്പോൾ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടും കോടിക്കണക്കിന് ആളുകളുടെ ശീലം, കമ്പനികളുടെ നിലവിലുള്ള നിക്ഷേപം, സ്റ്റാൻഡേർഡ് നിലനിർത്താനുള്ള എളുപ്പം എന്നിവ കാരണം QWERTY നിലനിന്നു. QWERTY കീബോർഡ് കാര്യക്ഷമമല്ലെന്നും അതിനേക്കാൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന മറ്റ് ലേഔട്ടുകൾ ഉണ്ടെന്നും വാദിച്ചുകൊണ്ട് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് ഡുവോറാക് സിംപ്ലിഫൈഡ് കീബോർഡ്. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഓഗസ്റ്റ് ഡുവോറാക് തന്റെ സഹപ്രവർത്തകനോടൊപ്പം 1936-ലാണ് ഈ ലേഔട്ടിന് പേറ്റന്റ് നേടിയത്. QWERTYയുടെ കാര്യക്ഷമതയില്ലായ്മ പരിഹരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം.
ടൈപ്പിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ വവ്വൽസ് ഒരു ഭാഗത്തും സാധാരണ കോൺസണൻസ് മറുഭാഗത്തും വിരലുകൾ വിശ്രമിക്കുന്ന ഹോം റോയിൽ ക്രമീകരിച്ചു. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവിരലുകൾ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിലെ കീകളുടെ ഒരു കൂട്ടമാണ് ഹോം റോ കീകൾ. സാധാരണയായി അവ ASDF, JKL എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന കീകളുടെ മധ്യനിരയാണ്. കീബോർഡ് നോക്കാതെ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയായ ടച്ച് ടൈപ്പിംഗിനായി ഹോം റോ കീകൾ ഒരു റഫറൻസ് പോയിന്റായി ഉപയോഗിക്കുന്നു. ക്വെർട്ടിയിൽ ഏകദേശം 32% കീ സ്ട്രോക്കുകൾ മാത്രമേ ഹോം റോയിൽ വരുന്നുള്ളൂ. എന്നാൽ ഡുവോറാക്കിൽ ഇത് 70% വരെയാണ്. ഇത് വിരലുകളുടെ ചലനം ഗണ്യമായി കുറയ്ക്കുന്നു. അതുവഴി ടൈപ്പിംഗ് വേഗത കൂടുകയും കൈകൾക്ക് വരുന്ന സ്ട്രെയിൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ക്വെർട്ടിയിൽ ടൈപ്പിംഗ് ഭൂരിഭാഗവും അതായത് 56% ഇടത് കൈയിലാണ് വരുന്നത്. എന്നാൽ ഡുവോറാക്കിൽ കൂടുതൽ പേർക്ക് ശക്തിയുള്ള വലത് കൈയിലാണ് ഭൂരിഭാഗം സ്ട്രോക്കുകളും വരുന്നത്. ഇത് എർഗോണോമിക്സ് മെച്ചപ്പെടുത്തുന്നു. ഡുവോറാക്ക് ലേഔട്ട് മികച്ചതാണെന്ന് തെളിയിക്കാനായി നിരവധി ടൈപ്പിംഗ് മത്സരങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഡുവോറാക്ക് ഉപയോഗിച്ച ടൈപ്പിസ്റ്റുകൾ അതിവേഗം ടൈപ്പ് ചെയ്ത റെക്കോർഡുകളുമുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള ക്വെർട്ടിയുടെ ആധിപത്യം തകർക്കാൻ ഡുവോറാക്കിന് കഴിഞ്ഞില്ല. ഡുവോറാക്ക് വരുന്നതിന് 60 വർഷം മുൻപ് തന്നെ ക്വെർട്ടി ജനപ്രിയമായിരുന്നു. ഈ ചരിത്രപരമായ മുൻഗണന മറികടക്കാൻ ഡുവോറാക്കിന് കഴിഞ്ഞില്ല. ഡുവോറാക്കിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് നടന്ന പല പഠനങ്ങളും പക്ഷപാതപരമായിരുന്നു എന്നും ശരിയായ പരീക്ഷണ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും വിമർശനങ്ങൾ ഉണ്ടായി. പിന്നീട് നടന്ന ചില പഠനങ്ങൾ ക്വെർട്ടിയും ഡുവോറാക്കും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ലെന്ന് തെളിയിച്ചു. 1950കളിൽ അമേരിക്കയിലെ ജനറൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ ഒരു പഠനം ക്വെർട്ടി ഉപയോക്താക്കളും ഡുവോറാക്ക് ഉപയോക്താക്കളും ഏകദേശം ഒരേ വേഗത്തിലാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് കണ്ടെത്തി. ഇതോടെ പുതിയ ലേഔട്ടിലേക്ക് മാറാനുള്ള കമ്പനികളുടെ താൽപര്യം കുറഞ്ഞു. കാരണം റീട്രെയിനിങ് കോസ്റ്റ് താങ്ങാൻ കഴിയില്ലായിരുന്നു. നമ്മുടെ ആധുനിക കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും പഴയതുപോലെ ലോഹക്കമ്പികൾ കൂട്ടിയിടിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ക്വെർട്ടിയുടെ ലേഔട്ടിന്റെ യഥാർത്ഥ കാരണം ഇല്ലാതായിട്ടും നമ്മൾ എന്തിനാണ് ഇത് തുടരുന്നത്? ക്വെർട്ടി ലേഔട്ട് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ലോകത്തെ വിവിധ ഭാഷകൾക്ക്, അതായത് ജർമ്മൻ ഭാഷയിലെ QWERTZ, ഫ്രഞ്ച് ഭാഷയിലെ AZERTY, മലയാളത്തിലെ ഇൻസ്ക്രിപ്റ്റ് ലേഔട്ടുകൾ അനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മലയാളം ടൈപ്പിംഗ് പഠിക്കുമ്പോഴും നമ്മൾ ക്വെർട്ടി അടിസ്ഥാനമാക്കിയുള്ള ലേഔട്ടുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഏത് ഡിവൈസ് എടുത്താലും അതിൽ ക്വെർട്ടി ലേഔട്ട് ഉണ്ടാകും. ഇതൊരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആയതിനാൽ ഒരു ഉപയോക്താവിനും പുതിയ ഉപകരണം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ടച്ച് സ്ക്രീനുകളിലും വെർച്വൽ കീബോർഡുകളിലും VR ഹെഡ്സെറ്റുകളിലും പോലും ക്വെർട്ടി ലേഔട്ട് ഉപയോഗിക്കുന്നത് ആളുകളുടെ ശീലം കാരണം എളുപ്പമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഷോർട്ട്കട്ടുകൾ പോലും, ഉദാഹരണത്തിന് കോപ്പിക്ക് Ctrl+C, പേസ്റ്റിന് Ctrl+V, ക്വെർട്ടി ലേഔട്ട് അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്വെർട്ടി കീബോർഡ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിന്റെ കാര്യക്ഷമത കൊണ്ടല്ല. 19ാം നൂറ്റാണ്ടിലെ മെക്കാനിക്കൽ ടൈപ്പ്റൈറ്ററുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഡിസൈനാണിത്. നമ്മുടെ ലോകത്ത് മികച്ച ടെക്നോളജികൾ എപ്പോഴും വിജയിക്കണമെന്നില്ല. ചരിത്രപരമായ മുൻഗണന, മാസ് അഡോപ്ഷൻ അഥവാ നെറ്റ്വർക്ക് ഇഫക്റ്റ് എന്നിവയാണ് ക്വെർട്ടിയുടെ വിജയം ഉറപ്പാക്കിയത്. ഒരു സ്റ്റാൻഡേർഡ് ഒരിക്കൽ നിലവിൽ വന്നാൽ അത് മാറ്റാനുള്ള സ്വിച്ചിങ് കോസ്റ്റ് വളരെ വലുതാണ്. പുതിയതും മെച്ചപ്പെട്ടതുമായ ടെക്നോളജികൾ വരുമ്പോഴും പഴയ ശീലങ്ങളും സ്റ്റാൻഡേർഡുകളും ഉപേക്ഷിക്കാൻ മനുഷ്യനും സമൂഹത്തിനും പ്രയാസമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ കീബോർഡിലേക്ക് നോക്കുമ്പോൾ അതിലെ QWERTY എന്ന ക്രമം കേവലം അക്ഷരങ്ങളല്ലെന്നും മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനുഷ്യന്റെ ശീലങ്ങളുടെയും കോർപ്പറേറ്റ് തീരുമാനങ്ങളുടെയും സാമ്പത്തിക നിയമങ്ങളുടെയും ഒരു ചരിത്രമാണെന്നും ഓർക്കുക. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.